ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാലം പുഴക്കടന്ന് ഡ്രാഗൺ മാർട്ടിലേക്ക്. ദുബായിലാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് പാലവും പുഴയൊന്നും കടക്കാനില്ല നമ്മളെ നാട് വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഡ്രാഗൺ മാർട്ടിലേക്ക് പോവാം. അവിടെ ബോർഡ് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ അപ്പുറത്തെത്തണം ഗൈസ്. നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ എത്തണമെങ്കിൽ ഇപ്പം ഞങ്ങൾ എന്തിനാണ് ഡ്രാഗൺ മാർട്ട് പോകുന്നതെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോകാനായി ഗൈസ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? എനിക്ക് സ്കൂളും തുറക്കാനായി. അന്നേരം എനിക്ക് അതിനുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അതുകൊണ്ട് നമുക്ക് നേരെ ഡ്രാഗൺ മാർട്ടിലേക്ക് പോകണം. ഇവിടെ വലിയൊരു ടൗൺ മാതിരിയാണ് കേട്ടോ ഗൈസ്. പല പല കമ്പാർട്ട്മെൻറ്റ്സ് മാതിരി പല പല ഷോറൂംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ നമ്മുടെ ഡ്രാഗൺ മാർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഡ്രാഗൺ, വെള്ളത്തിൽ ചുറ്റിപ്പിടിച്ച ഡ്രാഗൺ. വൗ, വാട്ട് എ വണ്ടർഫുൾ. ഇവിടെ നിന്നൊക്കെ ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി വലിയൊരു സ്വിമ്മിങ് പൂള് ഗൈസ്. നീന്താൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ നീന്തുമായിരുന്നു. എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷേ എന്നാലും ഞാൻ നീന്തുന്നു. യെസ് ഗൈസ്, ഇതാ ഞങ്ങൾ ഡാൻസ് ഷൂട്ടിനും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇപ്പോഴാണ് പപ്പേനെ മിസ് ചെയ്യാൻ തുടങ്ങിയത് ഗൈസ്. പപ്പ നാട്ടിലാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ പപ്പയ്ക്ക് എപെക്സ് ടോക്കൺ, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വരാണ്ട് നിന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടുന്ന് ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് ഡ്രാഗൺ മാർട്ട്. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഭയങ്കര വലുതാണ് ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ മറ്റേ എന്തമ്മേ ചുണ്ടത്തില്ലേ, അതൊക്കെ ഞാനും നൈനിയും കൂടെ കളിച്ചു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കളിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതാ ഞങ്ങൾ ഡാൻസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിയാനായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഡ്രാഗൺ മാർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാമെന്ന്. അങ്കിൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. ഞങ്ങൾ ഈ ഡാൻസും പരിപാടിയൊന്നും ഇന്നൊന്നും തരില്ല എന്ന് അങ്കിളിനറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഷോപ്പല്ല മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയൊക്കെ അടിപൊളി സെറ്റപ്പാണ്. പക്ഷെ ഉള്ളിലേക്കും അടിപൊളിയാണ്. പക്ഷെ അവിടെയൊക്കെ കുറേ ഷോപ്സൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് കുറച്ചൊരു ഇതുണ്ട് ഗൈസ്. അവിടെ ഭയങ്കര റഷായിരുന്നു ഗൈസ്. ഇപ്പം നമ്മൾ പാളയം മാർക്കറ്റിലൊക്കെ പോയ മാതിരിയായിരുന്നു കേട്ടോ. അവിടെ അടുത്തടുത്ത് ഭയങ്കര വലിയ ഷോപ്സും കാര്യങ്ങളും, കുഞ്ഞു ഷോപ്സും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലത്തെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. യെസ് ഗൈസ്, അങ്ങനെ ഇതാ ഇവിടെ എന്തൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ വലിയ ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇതാ അമ്മ എന്തൊക്കെയൊക്കെയോ സൂം ചെയ്ത് എടുത്തു വെച്ചതാണ് ഗൈസ്. ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഇതാ ഇവിടെ വലിയ വലിയ ലൈറ്റ്സിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പല റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളാണ്. ആകെ ഞങ്ങൾ 2 സ്ഥലത്തേ പോകുന്നുള്ളൂ ഗൈസ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഏകദേശം സൈഡായിട്ടുണ്ട്. കാലൊക്കെ വേഗം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ
ഇവിടെ ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ കണ്ടു. ഇവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സംഭവം കണ്ടോ ഗൈസ്, ഇത് ദുബായിലാണ്. പക്ഷേ നമ്മുടെ മൈജീൻ്റെ ഓണർ ഉണ്ടല്ലോ, അവരുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയിൽ ഞങ്ങളിത് കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ദുബായിൽ മാത്രമല്ല ഗൈസ്, നമ്മുടെ കേരളത്തിലും ഉണ്ട് ഗൈസ് ഇതൊക്കെ. അങ്ങനെ ഇവിടെ പല വിധത്തിലുള്ള മറ്റേ തീയൊക്കെ പോകുന്ന ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്തു. ഇത് ശരിക്കും കാണുമ്പം തീ കത്തിക്കുന്ന മാതിരി തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ടോയ് ഷോപ്പിൽ കയറി. അങ്ങനെ ടോയ് ഷോപ്പിൽ നിന്ന് വേണം ഞങ്ങൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ടോയ് ഷോപ്പിൽ കയറിയിടം ഗൈസ് കണ്ണ് മഞ്ഞളിച്ചു പോയി. എന്ത് പറയാനാ ഗൈസ്, കോമ്പൊക്കെ കണ്ടോ, വെറൈറ്റി. എനിക്ക് ഓരോ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങൂല ഗൈസ്. ഇവിടുത്തെ സാധനം ഞാനൊന്നും വാങ്ങാൻ പോകുന്നില്ല. പിന്നെ സ്കൂളിലേക്ക് എന്തെങ്കിലും സാധനം അല്ലറ ചില്ലറ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ ആണെങ്കിൽ വാങ്ങും. അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇവിടെ കുറേ മാലേൻ്റെയും ബീഡ്സിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തൊക്കെയൊക്കെയോ ATM കാർഡുമായിട്ട് എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അതിനൊന്നും വലിയ ഇതാക്കാൻ പോയില്ല. ഞാൻ എൻ്റെ ഐറ്റംസ് ക്യൂട്ട് ഐറ്റംസും മറ്റേ കുറോമീൻ്റെ ഐറ്റംസൊക്കെയാണ് തപ്പി നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഫോണിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇത് കണ്ടു, അവിടെ കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ ഞാൻ ഈ കീ ചെയിൻസിൻ്റെ ഈ റോ മൊത്തം വാങ്ങിയിരുന്നു ഗൈസ്. എല്ലാ കീ ചെയിൻസും വാങ്ങിയിരുന്നു. എനിക്കൊരു കീ ചെയിൻ കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ അത്രയും ഭംഗിയുള്ളതുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ഇതൊക്കെ ഉണ്ട് ആയിരുന്നു കേട്ടോ അവിടെ. നമ്മുടെ നെറൂട്ടോയും അതേപോലത്തെ അങ്ങനത്തെ കുറച്ച് കാർട്ടൂൺ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഇത് കണ്ടോ ഗൈസ്, ഇത് ഒറിജിനൽ ഐസ്ക്രീം അല്ല, അത് നമ്മുടെ സാധാ ഐസ്ക്രീം പോലും അല്ല, അത് പ്ലാസ്റ്റിക് ആണ് ഗൈസ് ഐസ്ക്രീം. അപ്പം ലൈറ്റൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഞാനിത് നിർത്തുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ഇരുന്നിട്ടൊക്കെയാണ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഡ്രാഗൺ മാർ ടാറ്റ ബൈ ബൈ സി യു. ഞങ്ങൾക്ക് 2 ഇത് നടന്നപ്പോഴത്തേക്കിനെ കാല് വേനയായതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് കാറ് കയറി അങ്ങനെ അങ്ങ് പോവാണ്. ഇനിയിപ്പം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് അടിക്കണം, എന്നിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഡ്രാഗൺ മാർട്ടിൻ്റെ എത്രയും റൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞങ്ങൾ ആകെ 2 എണ്ണമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 15 റൂട്ട്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിലൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ
ടാറ്റ ബൈ ബൈ സിയോവും പറഞ്ഞ് ഡ്രാഗൺ മാർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് പോയിട്ട് വേണമായിരുന്നു കാറ് പാർക്ക് ചെയ്യാൻ ഇത് എടുക്കാൻ. ടാറ്റ.